ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, നമ്മുടെ രേവതിയുടെ അമ്മയെ പോലീസുകാർ പിടിച്ചോണ്ട് പോയിക്കായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ സച്ചി ഇടപെട്ടിട്ട് ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നീടുള്ളത് നമ്മുടെ ശ്രുതിയെ ആന്റണിയും നവീനും കൂടെ ട്രാപ്പിലാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മയെ പോലീസുകാർ കസ്റ്റഡിയിലെടുത്തത് കാര്യം ദേവു വിളിച്ചിട്ട് രേവതിയെ അറിയിക്കുകയാണ്. അപ്പോൾ രേവതി അറിഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെ അറിയിക്കുന്നുണ്ട്. സച്ചി നല്ല സമാധാനിപ്പിച്ചിട്ട് ദേവിനോട് പറയും, ഞങ്ങളിപ്പോൾ വരാം, നീ കരയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ദേവുവിനെ കണ്ടതും നമ്മുടെ രേവതി അങ്ങ് കരഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അമ്മയുടെ ചോദിക്കും. അങ്ങനെ അമ്മയുടെ അടുത്ത് പോയിട്ടും കരഞ്ഞ് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, ശരത്ത് കാരണം അമ്മയ്ക്ക് ഈ ഗതി വന്നല്ലോ എന്ന്. എനിക്കല്ലായിരുന്നു, അച്ഛനായിരുന്നു മോളെ ഈ ഗതി വന്നത്, ഇപ്പം എനിക്കും വന്നു, ഇനി എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയില്ല അമ്മേ, ഞങ്ങളൊന്ന് SIയെ കണ്ടോട്ടെ, എന്നിട്ട് എന്താ ചെയ്യാൻ പറ്റുക നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതിയെയും കൂട്ടിയിട്ട് SIയുടെ അടുത്തേക്ക് പോകുന്നു. SI ആണെങ്കിൽ ശരത്തിനും കിട്ടിയിട്ടില്ലല്ലോ, അതിൻ്റെ ആ പ്രഷറിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തിനാ ഞങ്ങളുടെ അമ്മയെ എങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ കള്ളം പറയുന്നവരെ പിന്നെ ഇങ്ങനെ അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും? അവരോട് ഞങ്ങൾ എത്ര തവണ ചോദിച്ചു ശരത്ത് എവിടെയാന്ന്, അവര് പറയാൻ കൂട്ടാക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അവർക്കൊന്നും അറിയത്തില്ല, ഇത് ന്യായമുള്ള കാര്യമാണോ സാറേ, എല്ലാവനെ കിട്ടിയിട്ടെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലീസിന് ഭയങ്കര ദേഷ്യം വരികയാണ്. എന്നിട്ട് എന്നെ നീ ന്യായമൊന്നും പഠിപ്പിക്കണ്ട, നീ വല്ലാണ്ട് എന്നോട് സംസാരിച്ചാലേ നിന്നെ പിടിച്ച് ഞാൻ ജയിലിൽ അടയ്ക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വേഗം ഒരു ബെല്ലടിച്ചിട്ട് വേറൊരു പോലീസുകാരനെ വരുത്തിയിട്ട് ഇവരോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോഴേക്കും ആ പോലീസുകാരൻ വന്നിട്ട് സച്ചിയെ പിടിച്ച് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ സച്ചി ആ പോലീസുകാരനോട് പറയുന്നുണ്ട്, സാറിന് എന്നെ അറിയാലോ, പിന്നെ എന്തിനാ സാർ ഇങ്ങനെ ഒക്കെ കാണിക്കുന്നേ, സാറിനൊന്ന് പറഞ്ഞൂടെ SIയോട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞാൽ അയാൾ കേൾക്കാൻ പോകുന്നില്ല, നിങ്ങളെ ആ പയ്യനെ എങ്ങനെയെങ്കിലും ഇവിടെ ഹാജരാക്കിയെങ്കിലേ അവരെ വിടത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോഴേക്കും SI അങ്ങ് ഇറങ്ങി പോവാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സച്ചി പോയിട്ട് കാലൊക്കെ പിടിക്കുന്നുണ്ട്. അവർക്ക് തീരെ വയ്യ സാറേ, ഇവിടെ കിടന്ന അവർ ചത്തു പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ SIയുടെ മനസ്സ് കുറച്ചൊന്ന് അലിയുന്നുണ്ട്. എന്നിട്ട് പറയും, നിനക്ക് ഒരു ദിവസം ഞാൻ തരാം, ശരത്തിനെ എങ്ങനെയെങ്കിലും ഇവിടെ ഹാജരാക്കണം, എങ്കിൽ അവരുടെ കാര്യത്തിൽ ഞാൻ ഒരു ഇളവ് തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയുടെ അമ്മയെ അങ്ങ് വിട്ടയക്കാട്ടോ. അങ്ങനെ അവർ പോകാൻ നേരം നമ്മുടെ ആ കോൺസ്റ്റബിൾ പോലീസ് ഉണ്ടല്ലോ, അയാൾ സച്ചിയെ വിളിച്ചിട്ട് പറയും, അതെ സച്ചി, നീയേ ഇപ്പൊ തന്നെ പോയിട്ട് ഒരു വക്കീലിനെ ഏർപ്പാടായി, എങ്കിൽ അവനെ ജയിലിൽ കയറ്റാതെ തന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയേക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി പറയും, എൻ്റെ അറിവില് ഒരു വക്കീലൊന്നും ഇല്ല സാർ, സാറിന്റെ അറിവില് വല്ല വക്കീലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ അയാൾ നല്ലൊരു വക്കീലിനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ പോയി കണ്ടേക്കാം എന്ന് പറഞ്ഞ് സച്ചിയും രേവതിയൊക്കെ അമ്മയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതേസമയം നമ്മുടെ ശ്രുതിയും മീരയും കൂടെ ശ്രുതിയെ വിളിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ്. ആ സമയത്ത് മീര പറയുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ നിന്നെ ആന്റണി കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞതന്നെ, എനിക്കറിയില്ല മീര എന്ന് പറയുമ്പോൾ, നീയും അവനുമായിട്ടുള്ള എല്ലാ ഇടപാടും തീർന്നില്ല, പിന്നെ നവീൻ്റെ കാര്യമൊക്കെ അവൻ പരിഹരിച്ചു തന്നല്ലോ, പിന്നെയും നിന്നെ കാണണം എന്ന് പറയുമ്പോൾ എന്തിനായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയും, എന്താണെങ്കിലും നമുക്കൊന്ന് പോയി നോക്കാന്ന്. അങ്ങനെ അവിടെ പോകുമ്പോൾ ആന്റണി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക കേട്ടോ. ആ സമയത്ത് ശ്രുതിയോട് പറയും, അതെ ശ്രുതി, ഒരു കാര്യമുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അത് പറയുന്നതിനേക്കാൾ നല്ലത് കാണുന്നതാന്ന് പറഞ്ഞിട്ട് ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അവിടെയാണെങ്കിൽ നവീന് മാസ്റ്ററൊക്കെ ഇട്ട് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ട്രിപ്പൊക്കെ ഇട്ട് കിടത്തിയിരിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതി അത് കാണുമ്പോൾ തന്നെ വിശ്വസിക്കും കേട്ടോ. ശ്രുതി പറയും, ഇവന് എന്താ പറ്റിയെന്ന്, ഇവൻ അടി കിട്ടിയതാ, ബോധം പോയി, ഇതുവരെ പിന്നെ നീറ്റിട്ടില്ല എന്ന് പറയും. അപ്പോഴേക്കും മീര ചോദിക്കും, ചത്തുപോയോന്ന്, നിനക്ക് എന്താടി വട്ടാണോ, അവൻ മരിച്ചു പോയാൽ പിന്നെ ട്രിപ്പൊക്കെ ഇടുമെന്ന് ചോദിക്കാട്ടോ ആന്റണി. എന്നിട്ട് ആന്റണി പറയും, എൻ്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടറെ ഞാൻ വിളിച്ചു നോക്കി, അയാൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവ മരിച്ചു പോകുന്ന, തന്നോട് ആരോടും ഇങ്ങനെ അടിച്ച് കൊല്ലാനാക്കി ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞതെന്ന്. അപ്പൊ ആന്റണി പറയുന്നുണ്ട്, ശ്രുതി എന്നെ എന്നോട് അങ്ങനെ പറഞ്ഞേ, എൻ്റെ മുന്നിൽ ഒരിക്കലും വരരുത് നവീൻ, അതിന് വേണ്ടതെല്ലാം ചെയ്തോളാൻ വേണ്ടിയിട്ട് നീയല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ആകെ പെട്ടുപോവാണ് കേട്ടോ. അപ്പോഴും ആന്റണി പറയുന്നുണ്ട്, വയനാട്ടിലൊരു ചികിത്സാ കേന്ദ്രം ഉണ്ട്, അപ്പൊ അവിടേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാം, പക്ഷെ നല്ല പൈസ ചെലവുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അതൊന്നും നോക്കണ്ട, വേഗം എത്തിക്കാൻ നോക്ക്, പക്ഷേ ഒരു 2 ലക്ഷമെങ്കിലും വേണ്ടി വരും എന്ന് പറയുമ്പോൾ മീര വേഗം പറയുന്നുണ്ട് കേട്ടോ, ആന്റണി പലിശ കൊടുക്കുന്ന ആളല്ലേ, അപ്പൊ ഇഷ്ടംപോലെ കാശ് ഉണ്ടാവുമല്ലോ, കൊണ്ടുപോയി ചികിത്സിക്കുന്നു. അത് കേൾക്കുന്ന ആന്റണി പറയും, ഞാൻ എന്തിനാ ഇവനെ ചികിത്സിക്കുന്നത്,
ഇവൻ മരിക്കുകയാണെങ്കിൽ പെടാൻ പോകുന്നത് ശ്രുതിയാണ്. അപ്പോൾ അവൾ തന്നെ പൈസ ചെലവാക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോവാൻ കേട്ടോ. എന്നിട്ട് പറയും എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാന്ന്. പെട്ടെന്ന് പൈസ ആക്കിക്കോ, അല്ലെങ്കിൽ ഇവൻ ചത്തുപോയാൽ നീ തന്നെയാ കുരുങ്ങാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇവന്റെ മുൻപിൽ എന്തൊക്കെയോ കള്ളങ്ങൾ നീ മറയ്ക്കാൻ നോക്കുന്നുണ്ടെന്നാ. അതാണ് ഇവനെ നീ ഭയക്കുന്നത് എന്ന് പറയുമ്പോൾ ആകെപ്പാടെ ഒരു പരിങ്ങി നിൽപ്പാണ്ട് നമ്മുടെ ശ്രുതി. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാം, പെട്ടെന്ന് ഇവനെ ഒന്ന് കൊണ്ടുപോവോ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയും മീരയും കൂടെ പോവാണ് കേട്ടോ. അങ്ങനെ അവര് പോയി കഴിഞ്ഞതിന് ശേഷം ആന്റണി വന്നിട്ട് റൂമിൽ കയറുന്നു. നവീനാണെങ്കിൽ മാസ്ക് ഒക്കെ അയച്ച് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. ഏതായാലും അവള് ക്യാഷ് തരാന്ന് പറഞ്ഞല്ലോ, ഞാൻ പുറത്തേക്ക് പോട്ടെ. എന്നിട്ട് അവൾ വരുമ്പോൾ വന്ന് കിടന്നു തന്നാൽ പോരേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആന്റണി പറയും നിൽക്ക്, ഇപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലാന്ന്. അപ്പോൾ നവീൻ പറയുന്നുണ്ട് നമ്മുടെ കൂട്ടുകൃഷി ഏതായാലും നമുക്ക് പൊടിക്കണമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.